ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീറ്റ്സ്. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് ഇറാനി ടീ. ഇത് ഹൈദരാബാദിലൊക്കെ ഹൈദരാബാദ് ദം ബിരിയാണി പോലെ വളരെ ഫേമസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഹൈദരാബാദ് ദം ടീ, ഹൈദരാബാദ് ഇറാനി ടീ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നോർമൽ ചായ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് അധികം ടൈം വേണം കേട്ടോ ഈ ചായ ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ഇത് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കാരണം ഇതിൻ്റെ ഡിക്കോക്ഷൻ ദം ചെയ്താണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി തന്നെ ചതച്ചെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് ഇവിടെ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീമിംഗ് സ്റ്റാൻഡ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അടച്ചു വെക്കാം. ഒരു 5 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ ആവി പോകുമ്പോഴേക്ക് നമുക്ക് പാല് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചായക്ക് കിട്ടുന്നത്. ഒന്നെങ്കിൽ ഇളക്കിയിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് നന്നായിട്ട് കുറുകി വരണം. പാലിങ്ങനെ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മിനിമം ഒരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നങ്ങ് കുറുക്കിയെടുക്കണം. പാല് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് നന്നായിട്ട് ദമായിട്ടുണ്ട്. ഏലക്കയുടെ ഇഞ്ചിയുടെ ഒക്കെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചായ റെഡിയാക്കി എടുക്കാം. കൂടുതൽ കടുപ്പം വേണമെങ്കിൽ പാല് കുറച്ചിട്ട് ഇത് കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കിയെടുത്ത പാല് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പാലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും പാല് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത് കൊണ്ട് 3 ഗ്ലാസ് ചായയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. ഇഞ്ചിയുടെയും ഏലക്കയുടെയും നല്ലൊരു സ്മെല്ലും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ ഇട്ടത് ക്രിസ്മസ് ഫ്രൂട്ട്സ് കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയി കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്